Safa Jewelry now. Safa Golden Diamonds. Different by design. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം. വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. അമ്പലപ്പടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചന്ദ്രമതിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് 3 അംഗ സംഘം കവർന്നത്. ഇന്നലെ രാത്രിയാണ് മോഷണം. മുഖംമൂടി ധരിച്ചെത്തിയ 3 അംഗ സംഘം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി മുളകുപൊടി വിതറുകയായിരുന്നു. തുടർന്ന് കയ്യിൽ ധരിച്ചിരുന്ന ഏകദേശം 2 പവനോളം തൂക്കമുള്ള സ്വർണ്ണവള മൽപ്പിടുത്തത്തിനിടെ കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റും അസ്വസ്ഥയുമായ ചന്ദ്രാവതി ഉടൻ തന്നെ അയൽവാസികളെ വിളിച്ച് വിവരം അറിയിച്ചു. ഞാൻ ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതാണ്. വാതിൽ തുറന്നോടുകൂടി 2-3 ആളെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറി. പിന്നെ പിടിച്ച് വായും മൂക്കൊക്കെ പൊത്തി പിടിച്ച് കയ്യുമ്മലുള്ള വളയൊക്കെ ഊരി അവർ പോയി പൊട്ടിച്ചെടുത്തിട്ട്. കഴുത്തിൽ തപ്പിയൊന്നും കിട്ടിയില്ല. കാതിലത്തത് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. 3 ആളുണ്ട്. ഒരു കുട്ടി ഇട്ടത് പാൻറ്റും ടീഷർട്ടും. മുഖം ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഈ കണ്ണിന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ കാണാൻ. ബാക്കി ആ മാമൻ അതാണ് ഇട്ടിരിക്കുന്നത്. ടീഷർട്ടും പാൻറ്റും ആണ്. മെല്ലെ ഞാൻ ലോക്ക് നീക്കി. ഈ ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് നോക്കാം. നമ്മളെ വെള്ള ടാങ്ക് പുറത്തുണ്ടല്ലോ, അയിമയ്ക്ക് എന്തോ വീണതാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഞാൻ തുറന്നപ്പോഴേക്കും ഇവര് വണ്ടി കയറിയില്ലേ. ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്നെ ആയും മൂക്കും ഒക്കെ പാടെ അടച്ചു പിടിച്ചു. പിന്നെ മുളക് പൊടി ഇട്ടതൊന്നും നോക്കിയപ്പോ തോന്നണില്ല. എന്നിട്ട് അവര് കൊറേ വലിച്ചു. അപ്പൊ ഒപ്പമുള്ള ഒരാള് ഈ പിടിച്ച ആളില്ലേ, അയാൾ പറയുന്നുണ്ട് വേഗം വേഗം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു എന്നെ പിടിച്ച ആള് അതില് കിട്ടിയില്ല, ഊരിയിട്ട് കിട്ടിയില്ല. അപ്പൊ ഒരു എന്താണാവോ 2 ശബ്ദം അങ്ങനെ ഞാൻ കേട്ടു. 2 വളയാണ് കയ്യുമ്മേണ്ടത്. 2 പവനോളം കഷ്ടിയുണ്ട്. ആ 2ഉം പൊട്ടിച്ചെടുത്തു. ഇല്ല, മാല ഞാൻ ഊരിയിട്ടിരുന്നു. മാലയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീണു, നല്ലോണം വീണു ഞാൻ. അതോടുകൂടി ഇത് കിട്ടുകയും ചെയ്തില്ല, വള കിട്ടുകയും ചെയ്തൂല. അതോടുകൂടി ഓടി പോയി. അയൽവാസികൾ വീട്ടിലെത്തുമ്പോൾ മുളകുപൊടി വിതറിയതിനാൽ കടുത്ത അസ്വസ്ഥതയോടെയായിരുന്നു വയോധിക. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഇന്ന് രാവിലെ സ്ഥലത്തെത്തി. മലയാളം സംസാരിക്കുന്നവരാണ് കൃത്യം ചെയ്തത് എന്നാണ് വയോധിക പറയുന്നത്. പരിഭ്രാന്തരായ നിലയിലായിരുന്നു പ്രതികളുടെ പെരുമാറ്റം. ഇവരെ അറിയുന്ന ആരെങ്കിലും ആവാം ഇതിനു പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. CCTVകൾ പരിശോധിച്ചു വരികയാണ്. വണ്ടൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.